വെൽക്കം ടു ജോബീസ് കിച്ചൺ. ജോബീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കേരള ട്രഡീഷണൽ ഫുഡായ കപ്പ പുഴുക്ക് അതെങ്ങനെ നമ്മൾക്ക് സാധാരണ രീതി വിട്ട് അല്പം തേങ്ങയൊക്കെ ഇട്ട് എങ്ങനെ സ്വാദിഷ്ടമായ രീതിയിൽ തയ്യാറാക്കാം, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കി ഇടുക. അങ്ങനെ വരുമ്പോൾ എൻ്റെ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കപ്പപ്പുഴുക്ക് ആദ്യം റെഡിയാക്കി എടുക്കാം. ഇത് 1 കിലോ കപ്പ ക്ലീൻ ചെയ്തതാണ്. ഇത് അരമുറി തേങ്ങ, 2-3 ചെറുള്ളിയും 1 കഷ്ണം 1 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക് എടുക്കാം, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. ഇത്രയാണ് നമ്മുടെ കപ്പപ്പുഴുക്കിന് ആവശ്യമായുള്ള ചേരുവകൾ. ഇത് നമ്മൾ കുക്കറിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം, അതിലേക്ക് നമ്മൾ നന്നായി കഴുകി വാരിയിടുക. അടി വാരി കോരിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം മണ്ണൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടി കോരിയിടാതെ മുകളിൽ നിന്ന് കപ്പ വാരി പാത്രത്തിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം, ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില അതും ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പയുടെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം അല്പം കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. കപ്പയുടെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഊറ്റി കളയുമ്പോൾ പോയിക്കോളും. ഇത് നമ്മൾക്ക് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഇത് കുക്കറിൻ്റെ അടപ്പ് ഇടണമെന്നില്ല, നമുക്ക് ആവി പോവാതെ ഏതെങ്കിലും ഒരു അടപ്പിട്ട് അടച്ചു വെച്ചാൽ മതി. ഈ സമയം നമ്മൾക്ക് നമ്മളുടെ എടുത്ത് വച്ചിരിക്കുന്ന ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ അല്പം വേപ്പില, കുറച്ച് ചെറിയ ജീരകം, ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരയരുതെന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത്, അതായത് ഒന്ന് ഒതുക്കിയെടുക്കാം നമുക്ക്. ഇതിപ്പോൾ നമ്മുടെ തേങ്ങയും ജീരകവും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിൽ പകർത്തി മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. അല്പം വേവ് കൂട്ടിയെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞെടുക്കാം. ഇത് ബോയിൽ ചെയ്യാൻ വച്ച പാത്രത്തിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലേക്ക് നമ്മൾക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടോടുകൂടെ നമ്മൾക്ക് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായി ഒന്ന് കുത്തി ഉടച്ചിടാം. ചൂടാറിക്കഴിഞ്ഞാൽ കപ്പ ഉടച്ചു കഴിഞ്ഞാൽ ഉടയില്ല. അപ്പോൾ ചൂടോടുകൂടി ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉടച്ചെടുക്കാം. അപ്പോൾ നന്നായി ഉടച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. എല്ലായിടത്തും തേങ്ങ എത്താവുന്ന രീതിയിൽ അടിയെല്ലാം കുത്തി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പം കടുക് പൊട്ടിച്ചിടാം. അതിനുവേണ്ടി അല്പം വെളിച്ചെണ്ണ ചട്ടിയിൽ എടുത്ത് തിള വന്നതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുന്നതോടുകൂടി നമ്മൾക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബർണർ ഓഫാക്കിയിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് വറ്റൽമുളക് ഇതിനകത്തിട്ടൊന്ന് ഇളക്കാം. അതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ നമ്മളുടെ വേപ്പില കുറച്ചിടാം. ഇത് നമ്മളുടെ കപ്പയുടെ മുകളിലേക്ക് ചുറ്റിച്ച് എല്ലാ ഭാഗത്തും വീഴത്തക്ക വിധത്തിൽ
ഒന്ന് ചിറ്റിച്ചിടാം. അതല്ലെങ്കിൽ ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ മുകളിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കപ്പപ്പുഴുക്ക് താളിച്ചിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കപ്പപ്പുഴുക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക.